ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഖത്തർ അതിർത്തി കടന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തിയത്. എന്നാൽ നടന്ന ആക്രമണം ഖത്തറിന് എതിരെയല്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ ദേശീയ സുരക്ഷാ കൌൺസിൽ. ഇറാന്റെ അടുത്ത സുഹൃത്താണ് ഖത്തർ. അവരോടുള്ള ആത്മബന്ധം തുടരും. അവരെ ഒരിക്കലും ഇറാൻ ലക്ഷ്യം വെക്കില്ല. ആക്രമണം യുഎസിന് എതിരെയെന്നുമാണ് സുരക്ഷാ കൌൺസിൽ നൽകുന്ന വിശദീകരണം. അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ഓപ്പറേഷൻ ബഷാരത്ത് അൽ ഫത്തേയുടെ ഭാഗമായിരുന്നു ഇന്നലെ നടന്ന ആക്രമണം. ഖത്തറിൽ യുഎസ് സൈനിക താവളത്തിൽ ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യുഎസിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ദോഹയിലുള്ള യുഎസ് സൈനിക താവളം ഇറാൻ ആക്രമിച്ചത്. 6 മിസൈലുകൾ അയച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യപൂർവ്വ ദേശത്തുള്ള യുഎസ് സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുപ്പ് നടത്തുകയാണെന്നും ഇതിനായി മിസൈൽ ലോഞ്ചറുകൾ സജ്ജമാക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായതായി ഖത്തറും സ്ഥിരീകരിച്ചു. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നും ഖത്തർ അറിയിച്ചു. 6 ഇറാനിയൻ മിസൈലുകളാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് തൊടുത്തത്. എന്നാൽ ഇവയെല്ലാം വെടിവെച്ചിട്ടുവെന്നാണ് വിവരം. പ്രാദേശിക സമയം രാവിലെ 7:42 സ്ഫോടന ശബ്ദം ഉണ്ടായത്. ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് തന്നെ പ്രതിരോധിച്ചതായാണ് വിവരം. ജനവാസ മേഖലയിൽ മിസൈലുകൾ വീണതായി റിപ്പോർട്ടില്ല. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഖത്തറിലെ അൽ ഉദൈദിലുള്ള യുഎസ് സൈനിക താവളത്തിൽ നാശകരവും ശക്തവുമായ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സൈന്യം സ്ഥിരീകരിച്ചു. വിജയപ്രഖ്യാപനം എന്ന് പേരിട്ടാണ് ഇറാന്റെ ആക്രമണം. എന്നാൽ ഇറാന്റെ ആക്രമണത്തെ അപലപിച്ച് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് മജീദ് അൽ അൻസാരി രംഗത്തെത്തിയിരുന്നു. ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ലംഘനമാണ് നടന്നതെന്ന് മജീദ് അൽ അൻസാരി പറഞ്ഞു. ആക്രമണത്തിൽ ആളപായമോ പരിക്കോ ഇല്ല. ഇറാൻ നടത്തിയത് UN ചാർട്ടറിന്റെ ലംഘനമാണ്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. ഇതിനായി അടിയന്തരമായി ചർച്ചകളിലേക്ക് കടക്കണമെന്നും മജീദ് അൽ അൻസാരി ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണം തടഞ്ഞുവെന്നും ഖത്തർ അവകാശപ്പെട്ടു. വിവരങ്ങൾ പ്രതിരോധ സേന ഉടൻ പുറത്തുവിടുമെന്നും മജീദ് അൽ അൻസാരി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന് പിന്നാലെ അടച്ച വ്യോമാതിർത്തി ഖത്തർ വീണ്ടും തുറന്നു. കുവൈറ്റിലെ വ്യോമപാതയും തുറന്നു. വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതോടെ UAEയിലെ വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് വരികയാണ്. ഖത്തർ വ്യോമപാത തുറന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ചില വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഖത്തറിന് പിന്നാലെ ഇറാഖിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ ബാഗ്ദാദിലെ താജി സൈനിക താവളത്തിനു നേരെയാണ് ആക്രമണം നടന്നത്. നാശനഷ്ടങ്ങളില്ല. ആക്രമണം നടന്നതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തു. 2020 US ഇറാഖിനു കൈമാറിയ സൈനിക താവളമാണിത്. പടിഞ്ഞാറൻ ഇറാഖിൽ യുഎസിന്റെ ഐൻ അൽ അസദ് താവളത്തിൽ ആക്രമണം നടന്നെന്ന കാര്യം US നിഷേധിച്ചിരുന്നു. അതേസമയം ഖത്തറിനെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ച് UAE രംഗത്തെത്തി. ഖത്തറിന്റെ പരമാധികാരത്തിനും വ്യോമപാതയ്ക്കും നേരെയുള്ള കടന്നുകയറ്റമാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയതെന്ന് പ്രസ്താവനയിൽ UAE കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചട്ടങ്ങൾക്കും രാജ്യാന്തര നിയമത്തിനും വിരുദ്ധമായ പ്രവൃത്തിയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരാക്രമണത്തെയും UAE അംഗീകരിക്കില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.